ചില സിനിമകളുണ്ട്, ഈ സിനിമകൾ ഇറങ്ങുന്ന സമയത്ത് നമ്മൾ അറിയില്ല, റിലീസ് ആയി എന്നുള്ളത് ചിലപ്പോൾ കേട്ടിട്ട് പോലും ഉണ്ടാവില്ല. പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് സോഷ്യൽ മീഡിയയിൽ ഇതിൻ്റെ ഒരു റിവ്യൂ കാണുമ്പോഴായിരിക്കും നമ്മൾ ഈ സിനിമ കാണുക. കണ്ടു കഴിയുമ്പോൾ അയ്യോ ഈ സിനിമ കണ്ടില്ലല്ലോ എന്നൊരു കുറ്റബോധം നമുക്ക് വരും. നമ്മളത് സോഷ്യൽ മീഡിയയിൽ എഴുതും, ചിലപ്പോൾ കൂട്ടുകാരായിട്ട് പങ്കുവയ്ക്കും. ഇത് സ്ഥിരം സംഭവിക്കാറുള്ളതാണ്. പ്രത്യേകിച്ചും അന്യഭാഷാ സിനിമകൾ, തമിഴിൽ നിന്നും മറ്റും വരുന്ന സിനിമകൾ, വലിയ സൂപ്പർ താരങ്ങളുടെ അകമ്പടി ഇല്ലാതെ വരുന്ന, വലിയ മാർക്കറ്റിംഗ് ഇല്ലാതെ വരുന്ന പല സിനിമകളും നമ്മൾ ഇത്തരത്തിൽ കാണാതെ പോകും. വളരെ ചുരുക്കം ചില സ്ക്രീനുകളിൽ മാത്രമായിരിക്കും ഇത്തരം സിനിമകൾ റിലീസ് ചെയ്യുന്നത്. അത്തരത്തിൽ കണ്ട് ഇഷ്ടപ്പെട്ട ഒരു സിനിമ നിങ്ങളോട് പങ്കുവെക്കണം തോന്നി. ആ സിനിമയാണ് ബ്ലൂ സ്റ്റാർ. അശോക് സെൽവൻ നായകനായി ഏകദേശം തുല്യ പ്രാധാന്യമുള്ള മറ്റൊരു റോളിൽ ശന്തനു ഭരദ്വാജ് എത്തുന്ന സിനിമയാണ് ബ്ലൂ സ്റ്റാർ. സിനിമ നിർമ്മിച്ചിരിക്കുന്നത് പാരഞ്ജിത്ത്. സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നത് എസ് ജയകുമാർ എന്ന് പറയുന്ന പുതുമുഖ സംവിധായകനാണ്. സിനിമയുടെ സ്ക്രീൻ പ്ലേ എസ് ജയകുമാറിനോടൊപ്പം ചെയ്തിരിക്കുന്നത് തമിഴ് പ്രഭ എന്ന് പറയുന്ന ആളാണ്. തമിഴ് പ്രഭ തന്നെയാണ് സർപ്പട്ട പരമ്പര എന്ന് പറയുന്ന പാരഞ്ജിത്തിന്റെ മുൻപ് റിലീസ് ചെയ്ത സിനിമ സ്ക്രീൻ പ്ലേ എഴുതിയിട്ടുള്ളത്. അതുപോലെ തന്നെ ഇനി അദ്ദേഹത്തിന് വരാനിരിക്കുന്ന താങ്കലൻ അങ്ങനെ എന്തോ രീതിയിലാണ് അത് പ്രൊനൗൺസ് ചെയ്യുക, ആ സിനിമയുടെ സ്ക്രീൻ പ്ലേയിലും ഇദ്ദേഹം വർക്ക് ചെയ്തിട്ടുണ്ട്, തമിഴ് പ്രഭ. ഇതൊരു വായ്പ്. ബ്ലൂ സ്റ്റാർ ഒരു സ്പോർട്സ് മൂവിയാണ്. നമുക്ക് വളരെ സുപരിചിതമായ ഒരു ടെംപ്ലേറ്റ് ആണ് സ്പോർട്സ് മൂവിയുടെ. അതുകൊണ്ട് തന്നെ സ്പോർട്സ് മൂവികൾ വിജയിപ്പിച്ചെടുക്കുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. ഒരുപാട് ക്ലീഷേകൾ നിറഞ്ഞ ഒരു സ്വഭാവം പൊതുവിൽ സ്പോർട്സ് മൂവികൾക്ക് ഉണ്ടാവും. ഒരു അണ്ടർഡോഗ് ഉണ്ടാവും, അയാളെ വളരാൻ അനുവദിക്കാത്തൊരു വില്ലൻ ഉണ്ടാവും, ഈ അണ്ടർഡോഗ് ആയിട്ടുള്ള ഒരു ഹീറോ അല്ലെങ്കിൽ ഹീറോസിൻ്റെ ഒരു കൂട്ടം, അതൊരു ടീമാവാം, ഒരു വ്യക്തിയാവാം, അവർ ഒരുമിച്ച് ഈ പറയുന്ന പ്രതിസന്ധികളെ മറികടന്ന് ഈ വില്ലൻ്റെ വില്ലത്തരത്തേക്ക് മറികടന്ന് ഒരു അച്ചീവ്മെൻറ്റ് സ്വന്തമാക്കുന്നതാണ് പൊതുവിൽ സ്പോർട്സ് മൂവികളുടെ ഒരു കോമൺ ടെംപ്ലേറ്റ്. ആ ടെംപ്ലേറ്റിൻ്റെ അകത്ത് തന്നെ നിൽക്കുന്ന സിനിമയാണ് ബ്ലൂ സ്റ്റാർ. പക്ഷേ ഈ ടെംപ്ലേറ്റിൻ്റെ അകത്ത് നിൽക്കുമ്പോഴും ഈ ക്ലീഷേകളൊക്കെ ഇടയ്ക്ക് കടന്നു വരുന്നുണ്ടെങ്കിൽ പോലും നമ്മളെ ബോറടിപ്പിക്കാത്ത രീതിയിൽ ആ സിനിമ നിർമ്മിച്ചെടുക്കാൻ ഇതിൻ്റെ നിർമ്മാതാക്കൾക്ക്, സംവിധായകനും തിരക്കഥാകൃത്തിനും മറ്റ് അതിൻ്റെ സിനിമയുടെ ഭാഗത്ത് പിന്നണിയിൽ പ്രവർത്തിച്ച ആൾക്കാർക്കും സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഈ സിനിമയുടെ ഏറ്റവും രസകരമായൊരു കാര്യം. ആ തരത്തിൽ ഒരു സ്പോർട്സ് മൂവിയിൽ നിന്ന് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന ത്രിൽ, ആ സ്പോർട്സ് മൂവിയിൽ നിന്ന് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന ഡ്രാമ, അതിൻ്റെ ഒരു പക്ഷേ മെലോ ഡ്രാമയിലേക്ക് പോകുന്ന മൊമെൻറ്റ്സ് പോലും രസകരമായിട്ടൊക്കെ നമുക്ക് ആസ്വദിക്കാൻ കഴിയുന്ന ഒരു സിനിമയാണ് ബ്ലൂ സ്റ്റാർ. ബ്ലൂ സ്റ്റാറിൻ്റെ ഇതിവൃത്തം തമിഴ്നാട്ടിൽ ചെന്നൈ അറക്കോണത്ത് നടക്കുന്നൊരു കഥയാണത്. അവിടെയുള്ള രണ്ട് റൈവൽ ഗ്യാങ്ങുകൾ തമ്മിലുള്ള ഒരു പോരാട്ടം. ആ പോരാട്ടം ഒരു സ്റ്റേജ് എത്തുന്ന സമയത്ത് അവർ ഒരുമിച്ചാവുകയും അവർ വേറെ ഒരു വലിയ അച്ചീവ്മെൻറ്റിന് വേണ്ടിയിട്ട് ഒരുമിച്ച് നിൽക്കുകയൊക്കെ ചെയ്യുന്ന ഒരു കഥയാണ് ബ്ലൂ സ്റ്റാറിൻ്റെത്. അതായത് മനുഷ്യൻ്റെ റൈവൽറി, മനുഷ്യർക്ക് തമ്മിലുള്ള വൈജാത്യങ്ങൾ, അഭിപ്രായ വ്യത്യാസങ്ങൾ, മറ്റ് ജാതി മത ക്ലാസ് വേർതിരിവുകളൊക്കെ മറികടന്നുകൊണ്ട് മനുഷ്യരെ യോജിപ്പിക്കാൻ സാധിക്കുന്ന ഒരു പ്രത്യേകത സ്പോർട്സിനുണ്ട് എന്നുള്ള ഒരു വളരെ ഐഡിയൽ ആയിട്ടുള്ള സ്പോർട്സിനെ കുറിച്ചുള്ള ഒരു സങ്കല്പമാണ് സിനിമ പങ്കുവയ്ക്കുന്നത്. അതിനോട് നമുക്ക് യോജിക്കാതിരിക്കാം. നമ്മൾ പലപ്പോഴും സ്പോർട്സിൽ കാണുന്നത് അതല്ലല്ലോ. സ്പോർട്സ് പലപ്പോഴും മനുഷ്യരെ തമ്മിൽ തല്ലിക്കുന്ന ഒരു ഇടപാടായിട്ട് മാറുന്നത് നമ്മൾ കാണാറുണ്ട്. പക്ഷേ എനിവേ സ്പോർട്സിനെ കുറിച്ചുള്ള ഉദാത്തമായൊരു സങ്കല്പം അതാണ്. സ്പോർട്സ് അതാവണമെന്ന് തന്നെയാണ് യഥാർത്ഥ സ്പോർട്സ് പ്രേമികളൊക്കെ ആഗ്രഹിക്കുന്നത്. ആ തരത്തിലുള്ള വളരെ ഐഡിയൽ ആയിട്ടുള്ള സ്പോർട്സിനെ കുറിച്ചുള്ള ഒരു സങ്കല്പം കൂടെ ഈ സിനിമ പങ്കുവയ്ക്കുന്നുണ്ട്. അപ്പോൾ സിനിമയിൽ ഈ പറയുന്ന പോലെ രണ്ട് പ്രൊട്ടഗോണിസ്റ്റുകളാണ്, രണ്ട് നായകരാണ്. അതിൽ അശോക് സെൽവൻ വലിയ സ്റ്റാർ ആയതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ കഥാപാത്രത്തിന് കുറച്ചും കൂടെ പ്രോമിനൻസ് ഉണ്ട്. കുറച്ചും കൂടെ സാമ്പത്തികമായും സാമൂഹിക നിലയിലും താഴ്ന്നു നിൽക്കുന്ന ഒരു കമ്മ്യൂണിറ്റിയുടെ ഭാഗമായിട്ടാണ് അദ്ദേഹത്തിൻ്റെ കുടുംബം വരുന്നത്. അപ്പുറത്ത് ശാന്തനുവിൻ്റെത് കുറച്ചും കൂടെ മെച്ചപ്പെട്ട, ഇവരെക്കാൾ കുറേ കൂടെ ഉയർന്ന ജാതി ഈ ശ്രേണിയിൽ നിൽക്കുന്ന ഒരു ഫാമിലി ബാക്ക്ഗ്രൗണ്ടിൽ നിന്നാണ് ശാന്തനുവിൻ്റെ കുടുംബവും അയാളുടെ ബന്ധുക്കളും അയാളുടെ ജീവിത പരിസരവും വരുന്നത്. ഈ രണ്ട് കമ്മ്യൂണിറ്റികൾ തമ്മിൽ ഒരു വലിയ കുടിപ്പകയുടെ ചരിത്രമുണ്ട്. അതിന് ഒരു ക്രിക്കറ്റ് കളിയുടെ, ഒരു സ്പോർട്സിൻ്റെ പശ്ചാത്തലമുണ്ട്. ഇതിൻ്റെ ഒരു ബാക്ക് സ്റ്റോറി, അതിൻ്റെ നിലനിൽക്കുന്ന റൈവൽറിയുടെ ഒരു രാഷ്ട്രീയപരമായ പ്രത്യേകത, അതിൻ്റെ സാമൂഹികമായ അതിൻ്റെ ഒരു പശ്ചാത്തലം, ഇതൊക്കെയാണ് സിനിമയുടെ ആദ്യ പകുതിയിൽ. തുടർന്ന് രണ്ടാമത്തെ പകുതിയിൽ ഒരു പൊതുശത്രുവിനെതിരെ ഇവർ ഒന്നിക്കുകയാണ്. അതായത് ഈ രണ്ട് കമ്മ്യൂണിറ്റികളും കൂടെ ഒരു പൊതുശത്രുവിനെതിരെ ഒന്നിക്കുകയും അവരുമായിട്ട് ഒരു സ്പോർട്സ് മാച്ചിൽ ഏർപ്പെടുകയും ആ സ്പോർട്സ് മാച്ചിൻ്റെ ഒരു ക്ലൈമാക്സിലേക്ക് പോവുകയൊക്കെ ചെയ്യുന്നതാണ് സിനിമയുടെ ഇതിവൃത്തം. ഇത് നമ്മൾ കണ്ട് ശീലിച്ചിട്ടുള്ള ഒരു ഇതൊക്കെ ആണെങ്കിൽ പോലും ഈ സിനിമയിൽ വളരെ സ്മാർട്ടായിട്ട് അവർ ഈ കാര്യങ്ങൾക്ക് നമുക്കൊരു ആവർത്തന വിരസത ഉണ്ടാക്കാതെ അവതരിപ്പിക്കാൻ അവർക്ക് സാധിച്ചിട്ടുണ്ട്. പ്രധാനമായിട്ട് ഈ സിനിമയിലെ ക്യാരക്ടേഴ്സ് എല്ലാം വളരെ വെൽ റിട്ടൺ ആണ്. ഹീറോസ് രണ്ടുപേരാണെങ്കിലും ശരി, മറ്റ് കഥാപാത്രങ്ങളാണെങ്കിലും ശരി, ഇതിൽ അവർ റോള് കൊടുത്തിട്ടുള്ള ക്യാരക്ടേഴ്സ് എല്ലാം തന്നെ അത്യാവശ്യം വെൽ റിട്ടൺ ആണ്. മാത്രമല്ല ഈ സിനിമയിൽ ഒരുപാട് സബ് പ്ലോട്ട്സ് ഉണ്ട്.
അതായത് സിനിമയിൽ നമ്മളെ വളരെ ഇമോഷണലി നമ്മളെ ഇൻവോൾവ് ചെയ്യിക്കുന്ന ഒരുപാട് സപ്ലോട്ട്സ് ഉണ്ട്. ഒന്ന് ഈ നായകൻ്റെ പ്രണയം വളരെ ടച്ചിങ് ആയ രീതിയിൽ, വളരെ ഇൻട്രസ്റ്റിംഗ് ആയ രീതിയിൽ ആ പ്രണയത്തെ കൊണ്ടുപോകാൻ ഈ സിനിമയിൽ സാധിച്ചിട്ടുണ്ട്. രണ്ട്, ഇവർക്കിടയിൽ ഈ രണ്ട് നായകന്മാർക്കിടയിൽ ഉണ്ടായിരുന്ന ഒരു റൈവൽറി പിന്നീട് സൗഹൃദമായിട്ട് മാറുന്നത്, അതിൻ്റെ അവർ തമ്മിലുണ്ടാകുന്ന ഒരു വൈകാരികമായ അടുപ്പം, ഇതൊക്കെ വളരെ രസകരമായിട്ട് എഴുതിയ ഒരു സ്ക്രീൻ പ്ലേയും അതിനെ ആ സ്ക്രീൻ പ്ലേയെ വളരെ നല്ല രീതിയിൽ അവതരിപ്പിക്കുന്ന ഒരു സംവിധാനമൊക്കെ നമുക്ക് ഈ സിനിമയ്ക്കകത്ത് കാണാൻ പറ്റും. തിരക്കഥ പോലെ തന്നെ സംഭാഷണങ്ങളുടെ മികവും ഈ സിനിമയുടെ ഒരു പ്രത്യേകതയാണ്. അതായത് നമ്മളെ ഒരു സിറ്റുവേഷനിൽ നമ്മളെ വളരെയധികം ഇൻവോൾവ് ചെയ്യുന്ന രീതിയിൽ, നമുക്ക് രസിക്കുന്ന രീതിയിൽ സംഭാഷണങ്ങൾ എഴുതിയിട്ടുണ്ട് ഈ സിനിമയിൽ. പ്രത്യേകിച്ച് ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഒരു ഹാർട്ട് ബ്രേക്കിൻ്റെ മൊമെൻറ്റിൽ നമുക്ക് ആ ഹാർട്ട് ബ്രേക്കിൻ്റെ പെയിൻ ഫീൽ ചെയ്യുമ്പോൾ തന്നെ നമ്മൾ ചിരിപ്പിക്കുകയും കൂടെ ചെയ്യുന്ന രീതിയിലുള്ള ഒരു സംഭാഷണം, ഒരു സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്യുക എന്നൊക്കെ പറയുന്നത് എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. അതേപോലെ തന്നെ കുടുംബങ്ങൾ, രണ്ട് കഥാപാത്രങ്ങളുടെയും കുടുംബങ്ങൾ, അവർ തമ്മിലുള്ള റിലേഷൻഷിപ്പ്, അതിൻ്റെ ഒരു ആഴം, അതിൻ്റെ ഒരു വൈകാരികമായ ഒരു അടുപ്പം, ഇതൊക്കെ നമുക്ക് ഫീൽ ചെയ്യുന്ന രീതിയിൽ നമ്മളെ ഇമോഷണലി ഈ സിനിമയ്ക്ക് അകത്തോട്ട് പിടിച്ചു നിർത്തുന്ന ഒരു മേക്കിംഗ് ക്വാളിറ്റി ഈ സിനിമയ്ക്കുണ്ട്. അതുകൊണ്ട് തന്നെ ബ്ലൂ സ്റ്റാർ പലപ്പോഴും നമുക്ക് ഓക്കെ ഇത് നമ്മൾ കണ്ടിട്ടുണ്ട്, അല്ലെങ്കിൽ ഇത് പ്രഡിക്റ്റബിൾ ആണ്, ഇതാണ് വരാൻ പോകുന്നത് എന്നൊക്കെ നമുക്ക് തോന്നുകയാണെങ്കിൽ പോലും നമ്മൾ ഈ സിനിമ രസിച്ച് കണ്ടിരിക്കും എന്നുള്ളതാണ് ഈ സിനിമയുടെ ഒരു പ്രത്യേകത. ഈ സിനിമയിൽ അടുത്ത ശ്രദ്ധേയമായ ഒരു കാര്യം, ഈ സിനിമ കൈകാര്യം ചെയ്യുന്ന രാഷ്ട്രീയമാണ്. ഇപ്പോൾ പാരഞ്ജിത്തൊക്കെ ഉൾപ്പെടെയുള്ള സംവിധായകർ, തമിഴിൽ നിന്ന് വരുന്ന സംവിധായകർ ജാതി രാഷ്ട്രീയം വളരെ വ്യക്തവും ശക്തവുമായി പറയുന്ന സിനിമാ സംവിധായകരാണ്. പ്രത്യേകിച്ചും പാരഞ്ജിത്തിൻ്റെ സ്കൂളിൽ നിന്ന് അദ്ദേഹം പ്രൊഡ്യൂസ് ചെയ്യുന്ന സിനിമകൾ, അദ്ദേഹത്തിൻ്റെ സംവിധായകരിൽ നിന്നുണ്ടാകുന്ന സിനിമകളിലൊക്കെ തന്നെ നമുക്ക് ഇത് വളരെ വ്യക്തവും സ്പഷ്ടവുമായിട്ട് അവർ പറയുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഈ സിനിമയിലും അതുണ്ട്. പക്ഷേ ഈ സിനിമയിലെ രസകരമായ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ജാതി രാഷ്ട്രീയത്തിനപ്പുറത്ത് നമ്മൾ വർഗരാഷ്ട്രീയം കൂടെ പരിഗണിക്കേണ്ടതുണ്ട് എന്ന് ഈ സിനിമ പറയുന്നുണ്ട്. അതാണ് ഈ സിനിമയുടെ വേറൊരു പ്രത്യേകത. അതായത് ജാതി രാഷ്ട്രീയത്തിനെ നമ്മൾ ഗൗരവത്തോടെ കാണേണ്ടതിൻ്റെ കൂടെ തന്നെ നമ്മൾ വർഗരാഷ്ട്രീയത്തെയും വളരെ ശക്തമായി ഇന്ത്യൻ പരിതസ്ഥിതിയിൽ പരിഗണിക്കേണ്ടതുണ്ട് എന്ന് പറയുന്ന, വളരെ സട്ടിലായിട്ട് പറയുന്ന ഒരു സിനിമയാണ് ബ്ലൂ സ്റ്റാർ. ഇതിൽ തന്നെ രണ്ട് ജാതികൾ തമ്മിലുള്ള ഒരു കോൺഫ്ലിക്റ്റിൻ്റെ അപ്പുറത്തോട്ട് രണ്ട് ക്ലാസ്സുകൾ തമ്മിലുള്ള ഒരു കോൺഫ്ലിക്റ്റ് ആയിട്ട് ഈ കോൺഫ്ലിക്റ്റ് പരിണമിക്കുന്നുണ്ട്. അത് വളരെ രസകരമായിട്ടാണ് ഈ സിനിമയിൽ ആവിഷ്കരിച്ചിരിക്കുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, പ്രത്യേകിച്ച് ഇന്നത്തെ ഇന്ത്യൻ രാഷ്ട്രീയ കാലാവസ്ഥയിൽ സ്പോർട്സ് ഡ്രാമകൾ എന്ന് വേണ്ട, സിനിമകൾ ഉൾപ്പെടെ ഒരു ഭയങ്കര ഹൈപ്പർ നാഷണലിസത്തിൻ്റെ, ഒട്ടും ഇൻക്ലൂസീവ് അല്ലാത്ത, ഭയങ്കര ജിങ്കോയിസ്റ്റിക് ആയിട്ടുള്ള, അതായത് ഭയങ്കര അതിതീവ്രമായ ദേശീയതയുടെ, പ്രത്യേകിച്ചും ഹൈന്ദവ ദേശീയതയുടെയൊക്കെ ഒരു ഗ്ലോറിഫിക്കേഷനായിട്ട് മാറിക്കൊണ്ടിരിക്കുന്ന ഈ സമയത്ത് അതിനെ ഗണ്ണിക്കുന്ന, അതിൻ്റെ ഒരു ആൻറ്റിതീസിസ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ഒരു പൊളിറ്റിക്സും കൂടെ ഈ സിനിമ നൽകുന്നുണ്ട്. ബ്ലൂ സ്റ്റാർ എന്ന പേര് സിനിമയ്ക്ക് നൽകിയതിൽ തന്നെ ഒരു രാഷ്ട്രീയം ഉണ്ടെന്ന് തോന്നുന്നു. അംബേദ്കറൈറ്റ് പൊളിറ്റിക്സിൻ്റെ നിറമാണല്ലോ നീല. അപ്പോൾ നീല നിറത്തിനെ സിനിമയുടെ പേരിലേക്ക് കൊണ്ടുവന്നതിൽ തന്നെ അവരൊരു രാഷ്ട്രീയം ഉദ്ദേശിക്കുന്നുണ്ടെന്നാണ് തോന്നുന്നത്. സിനിമയുടെ കഥ നടക്കുന്നതാവട്ടെ ഒരു വലിയ ഗ്രൗണ്ടിനെ ചുറ്റിപ്പറ്റിയാണ്. ആ ഗ്രൗണ്ട് സിനിമയിലെ ഒരു പ്രധാനപ്പെട്ട കഥാപാത്രം കൂടെയാണ്. ഈ ഗ്രൗണ്ടിനോട് ചേർന്ന് അംബേദ്കറിൻ്റെ ഒരു വലിയ പ്രതിമയുണ്ട്. ഈ പ്രതിമ ഈ സിനിമയിലുടനീളം നമുക്കത് കാണാം, ആ പ്രതിമയുടെ സാന്നിധ്യം. അതായത് അംബേദ്കറിൻ്റെ സാന്നിധ്യത്തെ അവർ ഈ സിനിമയിലുടനീളം ആ തരത്തിൽ ഉപയോഗിക്കുന്നുണ്ട്. ഈ കഥയുടെ സാക്ഷിയായിട്ട്, അവിടെ നടക്കുന്ന സംഭവവികാസങ്ങളുടെ സാക്ഷിയായിട്ട്, അതിനെ സ്വാധീനിക്കുന്ന ഒരു ശക്തിയായിട്ട് അംബേദ്കറിനെ ആ സിനിമയിൽ കൃത്യമായിട്ട് ഉപയോഗിക്കുന്നുണ്ട് ഈ തരത്തിൽ. ഈ സിനിമയിൽ ക്രിക്കറ്റ് എന്ന് പറയുന്ന ഗെയിമിനോടുള്ള മനുഷ്യരുടെ വളരെ അദമ്യമായ സ്നേഹത്തിൻ്റെ ആവിഷ്കാരമായി മാറുകയാണ്. അതിലുപരി ആളുകൾ തമ്മിലുള്ള വൈജാത്യത്തെ, അല്ലെങ്കിൽ ആളുകൾ തമ്മിലുള്ള റൈവൽറിയെയൊക്കെ ഇല്ലാതാക്കുന്ന, അതിനെയെല്ലാം ചേർത്ത് നിർത്തുന്ന, അതിനെല്ലാം ആ ബൗണ്ടറികളെല്ലാം ലംഘിച്ചുകൊണ്ട് അവരെ ചേർത്ത് നിർത്തുന്ന ഒരു സ്പിരിറ്റായിട്ട്, ഒരു വികാരമായിട്ടൊക്കെ ക്രിക്കറ്റിനെ അവതരിപ്പിക്കുന്നു എന്നുള്ളത് ഈ സിനിമയുടെ ഏറ്റവും രസകരമായ ഒരു ആസ്പെക്റ്റാണ്. ഈ സിനിമ മനോഹരമാക്കുന്ന ഒരു പ്രധാന കാര്യം, ഈ സിനിമയിലെ ഒരു രസകരമായൊരു സബ്പ്ലോട്ടാണ്. അത് അശോക് സെൽവരാജിൻ്റെ പ്രണയം, ആ സബ്പ്ലോട്ടാണ്. അതിനെക്കുറിച്ച് പറയാതെ ഈ സിനിമയെക്കുറിച്ചുള്ള ഒരു അഭിപ്രായം പൂർണ്ണമാവില്ലെന്ന് തോന്നുന്നു. വളരെ ടച്ചിങ് ആയ രീതിയിൽ, വളരെ ഇൻട്രസ്റ്റിംഗ് ആയ രീതിയിലാണ് ആ പ്രണയത്തെ ആവിഷ്കരിച്ചിട്ടുള്ളത്. അതിൽ നായിക, ആ ലവ് ഇൻട്രസ്റ്റ് പ്ലേ ചെയ്യുന്ന ആക്ടർ വളരെ നല്ല പെർഫോമൻസ് ആയിരുന്നു, വളരെ ഗംഭീര പെർഫോമൻസ് എന്ന് പറയാവുന്ന പെർഫോമൻസാണ് കാഴ്ചവെച്ചത്. പ്രത്യേകിച്ചും ഈ നായികയിലൂടെ സ്പോർട്സിൻ്റെ അകത്തുള്ള ഒരു ജെൻഡർ ഇഷ്യൂവും കൂടെ ഈ സിനിമ നമ്മളോട് പങ്കുവയ്ക്കുന്നുണ്ട്. ഇതൊന്നും ഇങ്ങനെ രാഷ്ട്രീയം ഇങ്ങനെ ഉറക്കെ വിളിച്ച് പറഞ്ഞുകൊണ്ടല്ല കേട്ടോ, നമുക്ക് വളരെ സട്ടിലായ രീതിയിൽ നമ്മൾ ആ സിനിമയുടെ ഒഴുക്കിന് നമുക്ക് മനസ്സിലാവുന്ന രീതിയിൽ, ആക്ച്വലി നമ്മളത് ടച്ച് ചെയ്യുന്ന രീതിയിൽ തന്നെ അത് ചെയ്യാൻ പറ്റുന്നുണ്ട്. അത്തരത്തിലുള്ള രസകരമായ രംഗങ്ങളുണ്ട്. അതൊക്കെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഈ സിനിമ കാണാനൊരു രസം ഉണ്ടാവില്ല. തീർച്ചയായിട്ടും അത് തിയേറ്ററിൽ തന്നെ കണ്ട് ആസ്വദിക്കേണ്ടതാണെന്നാണ് എനിക്ക് തോന്നുന്നത്.
അടുത്തത് ഈ സിനിമയിലെ മ്യൂസിക്കാണ്. ഗോവിന്ദ് വസന്തയാണ് സൗണ്ട് ട്രാക്ക് ചെയ്തിട്ടുള്ളത്. എല്ലാ പാട്ടുകളും എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. മിക്കവാറും എല്ലാ പാട്ടുകളും ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇതിലൊരു കുത്തു സോങ് ഉണ്ട് സ്റ്റാർട്ടിങ്ങിൽ. അത് നമ്മൾ കാല് മൂവ് ചെയ്തു പോകുന്നതാണ് എനിക്ക് തോന്നുന്നത് ആ പാട്ട് കേൾക്കുമ്പോൾ. തുടർന്നുള്ള പ്രണയഗാനങ്ങൾ രസമാണ്. പിന്നെ ഒരു റാപ്പ്, ഒരു ആന്തം സോങ് ഉണ്ട്, ഒരു ബ്ലൂ സ്റ്റാർ ആന്തം സോങ് ഉണ്ട്. ഒരു റാപ്പാണ്, അറിവാണ് പാടുന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അതേസമയം തന്നെ ഈ സിനിമയിൽ ചില പോരായ്മകളുണ്ട്. പോരായ്മകൾ എനിക്ക് തോന്നുന്നത് തരത്തിലൊരു സിനിമയിൽ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന തരത്തിലൊരു ചലഞ്ചിങ് ആയിട്ട് തോന്നുന്ന ഒരു ആൻറ്റഗോണിസ്റ്റിൻ്റെ ഒരു സാന്നിധ്യം ഈ സിനിമയിലില്ല. ഉള്ള 1-2 പേരൊന്നും ആ തരത്തിൽ അവർ അത്രമാത്രം റൈറ്റ് ചെയ്യപ്പെട്ടിട്ടില്ല എന്ന് എനിക്ക് തോന്നുന്നു. ഇതിൽ കൂടുതലും ഈ ബ്ലൂ സ്റ്റാർ ടീമിനെയും നായകനെയും അയാളുമായി ചേർന്ന് നിൽക്കുന്ന ആളുകളുമാണ് കൂടുതൽ ഈ സിനിമയിൽ റൈറ്റ് ചെയ്യപ്പെട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ വില്ലൻ എന്ന് പറയുന്നത് ഒരു സോഷ്യൽ ഫോഴ്സ് ഉണ്ട്. അതാണ് നമുക്ക് കുറേ കൂടെ ഫീൽ ചെയ്യുന്നത്. പക്ഷേ ഈ അല്ലാത്ത ആൻറ്റഗോണിസ്റ്റുകളുടെ റോളിൽ വരുന്ന 1-2 പേരൊന്നും അത്രമാത്രം മികച്ച രീതിയിൽ ചിത്രീകരിക്കപ്പെട്ടിട്ടില്ല എന്നുള്ളൊരു പോരായ്മയുണ്ട്. പിന്നെ സെക്കൻഡ് ഹാഫിൽ ഈ ക്രിക്കറ്റ് ഗെയിം ചിത്രീകരിക്കുന്നത് ചില സമയങ്ങളിൽ നമുക്ക് മൂമെന്റ്സ് ക്രിയേറ്റ് ചെയ്യാൻ ഇവർ പരാജയപ്പെടുന്നുണ്ട്. ഒരു എക്സൈറ്റിംഗ് മൂമെന്റ്സ് ഈ ഗെയിമിൽ ചിത്രീകരിക്കാൻ ഇവർ പരാജയപ്പെടുന്നത് പോലെ തോന്നി. ഇപ്പം ലഗാൻ പോലത്തെ സിനിമയിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് അത്തരം രസമുള്ള ചില മൂമെന്റ്സ് ഒക്കെ അവർ ബിൽഡ് ചെയ്യുന്നത്. സിനിമാറ്റോഗ്രാഫിയിലും എഡിറ്റിങ്ങിലും കുറച്ചും കൂടെ എക്സ്പെരിമെന്റൽ ആവാൻ പറ്റിയിരുന്നെങ്കിൽ, അല്ലെങ്കിൽ കുറേ കൂടെ ഇന്നോവേറ്റീവ് ആവാൻ പറ്റിയെങ്കിൽ, അതായിരുന്നു തോന്നുന്നു കറക്റ്റ് വാക്ക്, കുറേ കൂടെ ഇന്നോവേറ്റീവ് ആവാൻ പറ്റിയിരുന്നെങ്കിൽ എനിക്ക് തോന്നുന്നു ഈ സിനിമയ്ക്ക് കുറേ കൂടെ ഒരു ഇന്റൻസിറ്റി. ഇപ്പോൾ സർപ്പട്ട പരമ്പര ഇതേ റൈറ്ററാണ് ഞാൻ പറഞ്ഞല്ലോ. ഇപ്പോൾ സർപ്പട്ട പരമ്പര കുറേ കൂടെ ഇന്റൻസ് ആണ് മൂവി. നമുക്ക് അതിൻ്റെ അകത്ത് ആ ഒരു വയലൻസും ആ ഒരു ഇന്റൻസിറ്റിയും ഒക്കെ നമുക്ക് ഫീൽ ചെയ്യും. അത്രയും ഒരു ഇന്റൻസിറ്റി ഇതിൽ ഫീൽ ചെയ്യുന്നില്ല. പിന്നെ മലയാളികളെ സംബന്ധിച്ചിടത്തോളം രസമുള്ള ഒരു ക്യാമിയോ അപ്പിയറൻസ് ഈ സിനിമയിലുണ്ട്. അതെന്താന്ന് ഞാൻ പറയുന്നില്ല, നിങ്ങൾ പോയിട്ട് കാണുക. അതും ഇപ്പം സർപ്പട്ട പരമ്പരയിൽ അതുപോലത്തെ ചില പെക്യുലിയർ ക്യാരക്ടേഴ്സ് വരുന്നുണ്ട്. പക്ഷെ അത്രമാത്രം ഒരു ഇമ്പാക്റ്റ് ആ ക്യാരക്ടർ ഇതിൽ ഉണ്ടാക്കിയിട്ടില്ല. പക്ഷെ എങ്കിലും മലയാളികൾക്ക് ആ ഒരു ക്യാമിയോ അപ്പിയറൻസ് രസകരമായിട്ട് തോന്നാനൊരു സാധ്യതയുണ്ട്. അപ്പം കുറേ കൂടെ നന്നാക്കാമായിരുന്നു. എങ്കിൽ പോലും ഇത് ഓൾ ഇറ്റ്സ് ഫ്ലോസ് നമുക്ക് രസകരമായിട്ട് തിയേറ്ററിൽ കുറച്ച് സമയം സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന മൂവിയാണ്. അത് തിയേറ്ററിൽ പോയിട്ട് കാശ് മുതലായില്ല എന്ന് പറയാനൊരു സാധ്യത കുറവായിട്ടാണ് ഞാൻ കാണുന്നത്. അപ്പോൾ നിങ്ങളൊന്ന് പരീക്ഷിച്ച് നോക്കൂ, തിയേറ്ററിൽ പോയി കണ്ടു നോക്കൂ. ഇഷ്ടമായാലും ഇഷ്ടമായില്ലെങ്കിലും സിനിമയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം ഇവിടെ കമൻ്റായിട്ട് രേഖപ്പെടുത്തൂ. അപ്പോൾ കാണാം.